ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് നിരന്തരമായിട്ട് നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. റിസ്ക് എടുക്കാത്ത ആളുകൾ വിജയിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുകയെങ്കിലും വേണം. റിസ്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് എന്നുള്ളതിൽ ഒരു സംശയമാണ്. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. എന്തായാലും ഇയാളുടെ ബുദ്ധിയും അതേപോലെ തന്നെ ഇയാളുടെ ധൈര്യവും നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. നമുക്ക് ഒന്ന് നോക്കുക. സിമ്പിൾ പരിപാടിയാണ്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വലിയ ഒരു അലമാറയാണ്. ഏകദേശം എനിക്ക് 1, 2, 3, 4 ആളുകളാണോ? 3 ആളുകൾ കൂടി പിടിച്ച് ആ വലിയ ഒരു അലമാറ ആ ഒരു സ്കൂട്ടറിന്റെ പുറകിലായിട്ട് വെച്ചു. ഇമ്പോസിബിൾ എന്നേ നമുക്ക് പറയാൻ സാധിക്കും. വെച്ചതിന് ശേഷം നിങ്ങൾ നോക്കുക എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നത് എന്ന്. നമ്മളെ കൊണ്ടൊക്കെ പറ്റൂ ഇത് നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാലും നെഗറ്റീവ് അടിച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റൂല, പോകുന്ന വഴിക്ക് ഇത് വീഴും, ഇത് പൊളിയും, കസ്റ്റമറിന്റെ ചീത്ത കേൾക്കും എന്നൊക്കെ നെഗറ്റീവ് അടിച്ചു പോകും. ഒരാൾ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ അവനെ കൂടെ എന്ത് ചെയ്യും? ഡിമോട്ടിവേറ്റ് ചെയ്തിട്ട് പിന്തിരിപ്പിക്കും. നോക്കുക, ഇവിടെ വളരെ സിമ്പിളായിട്ട് അയാളുടെ ആ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം, ആ റിസ്ക് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. സ്കൂട്ടറിൽ പുറകിൽ കയറ്റി അയാളെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. നോക്കാം. എന്റെ പൊന്നോ, എന്നാവില്ല അലമാര. നോക്ക്, യോ മോനെ, ഒരു ഗുഡ്സിലും കയറ്റാൻ സാധിക്കില്ല. എനിക്കൊന്ന് ചെറിയൊരു പിക്കപ്പിലൊക്കെ കയറ്റി കൊണ്ടുപോകേണ്ട അത്രയും വലിയ ഒരു അലമാരയാണ് അയാൾ ആ സ്കൂട്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത്. ഇത് എവിടെ വരെ എത്തിയൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എൻ്റെ മോനെ, ഇമ്പോസിബിൾ. പക്ഷെ പോസിബിളാണ് ഇവർക്ക്. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മൾ ഇത്രയും റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. വളരെ സിമ്പിളായിട്ട് അയാളുടെ പുറകിൽ തന്നെ എനിക്കൊന്ന് ക്യാമറമാൻ ഉണ്ട് തോന്നുന്നു. കാരണം വളരെ സിമ്പിളായിട്ട് അയാൾ അത് എടുത്തു കൊണ്ടുപോകും അല്ലേ. അടിപൊളി, നൈസ്. ക്ലൈൻറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു. ഓഫ് റോഡ്, ഓ മൈ ഗോഡ്. നല്ല ഹൈവേ റോഡൊക്കെ വിട്ട് ഓഫ് റോഡിലേക്ക് കയറി. ഓഫ് റോഡിൽ നല്ല ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും, നല്ല ജെർക്കിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും അയാൾക്കൊരു വിഷയമേ അല്ല. ക്ലൈൻറ്റിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അടിപൊളിയാണ് അല്ലേ. വെൽ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി ടെക്സ്റ്റ് ചെയ്യുക. പൊളി. മറ്റൊരു വീഡിയോ വരെ കാണാം.